എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, UK അപ്പൂപ്പന്മാരുടെ അപ്പി കോരുന്നതല്ലേ നിന്റെ പണി, നീ ഇത്രയും ജാട കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന്. അതൊരു ചെറിയ പണിയാണ്. അപ്പി കോരുന്ന കരങ്ങൾ കൊണ്ട് വാങ്ങിക്കുന്ന പണം നാറുന്നെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എത്രയോ അനിയന്മാർ, അനുജത്തിമാർ, ചേട്ടന്മാർ, ചേച്ചിമാർ, എത്രയോ മാതാപിതാക്കൾ, എത്രയോ പാസ്റ്റർമാർ, എത്രയോ അച്ഛന്മാർ, എത്രയോ ചർച്ച് ബിൽഡിങ്ങുകൾ, എത്രയോ അനാഥശാലകൾ, വൃദ്ധാലയങ്ങൾ ഒക്കെ കയറിയിറങ്ങ പണമാണ് നേഴ്സുമാരുടെ കൈകളിലിരിക്കുന്ന പണം. എന്തിനേറെ ഇന്ത്യൻ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കരത്തിലൂടെ കയറിയിറങ്ങിയ പണം നേഴ്സുമാരുടെ പണമാണ് അധികവും. ലോകം മൊത്തം ഇന്ന് കേരളം വ്യാപിക്കാൻ കാരണവും നേഴ്സുമാർ തന്നെയല്ലേ? നിങ്ങൾക്കറിയാമോ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 30 പേരുണ്ടെങ്കിൽ അതിൽ 28 പേരും ക്രിസ്ത്യാനി പെൺകുട്ടികളായിരിക്കും. ഒരാൾ മാത്രം ഹിന്ദു കാണും, ഒരാൾ മാത്രം ഒരു മുസ്ലിം കാണും. അങ്ങനെ 30 പേരെ തികച്ചെടുക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാലും ക്രിസ്ത്യാനി പെൺകുട്ടികൾ എന്ന് പറയുന്നത് തീരെ കുറവാണ്. കൂടുതലും മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ്. അതിലേറെയും ആൺകുട്ടികളായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലൂസ്, അത് മാത്രമാണ് കാരണം. പക്ഷേ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇതൊന്നും അല്ലാത്തതുകൊണ്ട് അതൊന്നും മാറ്റി നിർത്തട്ടെ. എന്തായാലും പറഞ്ഞു വന്നതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഴ്സുമാർ പുച്ഛിക്കപ്പെടുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇന്നും. എന്നാൽ ആ പുച്ഛത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് നേഴ്സിംഗ് ഫീൽഡ് ഒത്തിരി വിശാലമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുച്ഛിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ. ചില വീടുകളിൽ പെണ്ണിന് സ്ഥാനമില്ല. വീടുകളിൽ മാത്രമല്ല, ചില സമൂഹത്തിൽ, ചില പ്രദേശത്ത്, ചില സഭകളിൽ, ചില സ്ഥാപനത്തിൽ, എടുത്തു പറഞ്ഞാൽ ചില പുരുഷന്മാരുടെ ഹൃദയങ്ങളിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ജോലിയില്ലാത്തവരോ അവർ കഴിവില്ലാത്തവരാണെങ്കിൽ ഒട്ടും തന്നെ അവർക്കൊരു വില പുരുഷന്മാർ കൽപ്പിക്കാറില്ല. വേദപുസ്തക നാളുകളിൽ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. വേദപുസ്തക നാളുകളിൽ സ്ത്രീകളെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ പോലെ, രണ്ടാം തരത്തിൽപ്പെട്ടവരെ പോലെ, അല്ലെങ്കിൽ അടിമകളെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. വേദപുസ്തക നാളുകളിൽ മക്കളെ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ മക്കളെ പ്രസവിക്കുന്ന ഒരു ഉപകരണം, ദാറ്റ്സ് ഓൾ, അത്രമാത്രമായിരുന്നു സ്ത്രീകൾക്ക്. ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, ഞങ്ങൾ പെണ്ണിനെ കല്ലെറിയത്തുള്ളൂ. ഇന്നും SATയുടെ വാതിക്കൽ, ശ്രീ അവിട്ടം തിരുനാൾ അല്ലേ, SATയുടെ വാതിക്കൽ അല്ലെങ്കിൽ ലേബർ റൂമിൻ്റെ വാതിക്കൽ അകത്ത് നിലവിളിയോടെ അമ്മമാർ പ്രസവിക്കുമ്പോൾ, കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നടന്നു കേട്ടോ. പക്ഷേ ആ ടവലിൽ പൊതിഞ്ഞ് നേഴ്സ് ആ കുട്ടിയെ പുറത്ത് കൊണ്ടുവരുമ്പോൾ നേഴ്സ് മോളാ കേട്ടോ. എന്തുവാ പറഞ്ഞേ, നന്നാ പറഞ്ഞേ, അപ്പ് പെണ്ണ. എന്നാൽ അങ്ങനെയുള്ളവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രം, എന്താ പെണ്ണിന് കുഴപ്പം? പെണ്ണിനെന്താ കുഴപ്പം? അതെ, ഇന്ന് പെണ്ണിന്റെ സ്റ്റാറ്റസ് മാറി, പെണ്ണിന്റെ മൂല്യം മാറി. എല്ലാവരും ഇന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. അതിന്റെ ഒരേ ഒരു കാരണം, ഈ പുസ്തകത്തിൽ ഈ സബ്ജക്റ്റ് സ്ഥാപിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് യുവർ ഗേൾസ് ആർ യുവർ പേൾസ്. അതെ, പെണ്ണിന് ഇന്ന് പൊന്നിന്റെ വിലയുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത കേൾക്കുകയുണ്ടായി. ഇപ്പോൾ കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആർച്ച് ബിഷപ്പ് അവരെ ഒരു നേഴ്സായിരുന്നു. ഒരു സ്പെഷ്യലൈസ്ഡ് ക്യാൻസർ നേഴ്സ് എന്ന നിലയിൽ വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച ഒരു വനിതയാണ് പുതിയ ആർച്ച് ബിഷപ്പ്. അതുകൊണ്ട് തന്നെ നേഴ്സസിന് പ്രത്യേകമായിട്ട് ഈ കാര്യത്തിൽ അഭിമാനിക്കാമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു മുൻ നേഴ്സ് മാത്രമല്ല, ഇതിനു മുമ്പ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് നേഴ്സിംഗ് ഓഫീസർ, ഇംഗ്ലണ്ടിലെ ഗവൺമെൻറ്റിൻ്റെ ചീഫ് നേഴ്സിംഗ് ഓഫീസറായിട്ട് ഈ ബിഷപ്പ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഓർഡിനേഷൻ ലഭിക്കുന്നതിന് മുമ്പ് പിന്നീടാണ് തൻ്റെ നേഴ്സിംഗ് ജോലിയിൽ നിന്ന് താൻ ഓർഡിനേഷൻ ലഭിച്ച ഒരു ശുശ്രൂഷക, ഒരു പുരോഹിതയായി മാറിയത്. സ്ത്രീകൾക്ക് പൗരോഹിത്യത്തിലേക്ക് വരുവാൻ കഴിയുമോ, സ്ത്രീകൾ പാസ്റ്ററൽ മിനിസ്ട്രി, ബിഷപ്പ് മിനിസ്ട്രി ഇത്യാദി ഏൽക്കുന്നത് അത് വചനപ്രകാരം ശരിയാണോ എന്നുള്ളതിനെക്കുറിച്ച് ദീർഘകാലമായി ചർച്ചകൾ നടക്കുകയാണ്. എത്ര എതിർത്തിട്ടും എത്ര പ്രസംഗിച്ചിട്ടും ദൈവം സ്ത്രീകൾക്ക് വെച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ, മാനങ്ങൾ, പദവികൾ അവർ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം പൈശാചികമെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ വരട്ടെ. സ്ത്രീയെ ബലഹീനമാകുമ്പോൾ സൃഷ്ടമായ ദൈവത്തെയാണ് നമ്മൾ ബലഹീനമാക്കുന്നത്. അത് ഉൽപ്പത്തിയുടെ ആരംഭം തുടങ്ങിയതാണ് സ്ത്രീയുടെ നെടുവീർപ്പ്. ഇന്നും ആ നെടുവീർപ്പിന് യാതൊരു കുറച്ചിലും വന്നിട്ടില്ല. ഈ നെടുവീർപ്പ്, ഈ കണ്ണുനീര് ദൈവസ്ഥനിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്ത്രീകൾ മൗനമായിരിക്കണമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ടെങ്കിലും ദൈവം
സ്ത്രീകളെ വിലക്കിയതായിട്ട് ഞങ്ങൾ എങ്ങും കണ്ടിട്ടില്ല. സ്ത്രീകൾ ഈ ലോകം ഭരിക്കണമെന്നോ അവർ ആകണമോ എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. മറിച്ച് ദൈവം സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുണ്ട്. അത് ഭംഗിയായി ചെയ്തെടുക്കാൻ അവരെ സമ്മതിക്കുക, അവരെ വിലക്കാതിരിക്കുക. സ്ത്രീയെ കൂടാതെ ഒരിക്കലും ഈ സുവിശേഷം പൂർണ്ണമാകുന്നില്ല. ഉൽപ്പത്തിയിൽ ദൈവം ഈ ഭൂമിയെ ആദാമിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ആദാം ഈ ഭൂമിയിൽ മരണം വിതച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരിക്കലും ഹവ്വായെ കുറ്റപ്പെടുത്തിയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്, മറിച്ച് ആദാം ഈ ഭൂമിയിൽ മരണം പരത്തി എന്നുള്ളതാണ് റോമാലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ സുവിശേഷം തുടങ്ങിയപ്പോൾ ദൈവം ഒരു പുരുഷനെയല്ല തിരഞ്ഞെടുത്ത്, മറിച്ച് കന്യകയായ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തു. അവളിൽ കൂടെ യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. ഈ അന്ത്യനാളുകളിൽ ഞങ്ങൾ കാണുന്നതും അതുതന്നെയാണ്. സ്ത്രീകളെ എത്രത്തോളം വിലക്കും തോറും ദൈവം തന്നെ അവർക്ക് തുണനിന്ന് ദൈവം അവരെ ശക്തരാക്കിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ ഭാവികാലം പ്രവചിച്ചാൽ ഇനി എങ്ങനെയിരിക്കും? ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു 15 വർഷം കഴിയുമ്പോൾ എഴുതി വെച്ചോ, മനോരമയിൽ വരുന്ന കല്യാണ പരസ്യം ഇങ്ങനെ ആയിരിക്കും. വീട്ടുജോലി നന്നായി അറിയാവുന്ന, കുഞ്ഞുങ്ങളെ നോക്കാൻ താല്പര്യമുള്ള യുവാക്കന്മാരിൽ നിന്നും 6 ശമ്പളം വാങ്ങിക്കുന്ന യുവതികൾ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. അതെ, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നുവെന്ന് മനസ്സിലാക്കി, സ്ത്രീ കൃപയ്ക്ക് കൂട്ടവകാശി എന്ന് മനസ്സിലാക്കി, പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി ആത്മലോകം ശക്തമാകുകയുള്ളൂ.